وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجستي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب العالم سيم ولي الله المدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة قطب الزمان سيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഉമ്മ, ഉപ്പ, ഭർത്താവ്, ഭാര്യ, മക്കള് തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മളെ ജീവിതത്തിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മളെ സന്തോഷങ്ങൾ കാണാനൊന്നും നമ്മളെ കൂടെ അവരില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾക്കൊരു ഫാത്തിഹ ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവെ നീ സ്വീകരിക്കണേ. ഞങ്ങൾ ധാരാളം ഫാത്തിഹ ഓതിയിട്ടുണ്ട്, കബൂൽ ചെയ്യണേ അല്ലാ. മഹാന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മുത്തുനബിയുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ ദിക്ർ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ, പട്ടിണി അടക്കാതെ ജീവിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഇങ്ങനത്തെ ദിക്റുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്നും പതിവാക്കണം. ഇന്ന ദിക്റൊന്നുമില്ല, നമ്മൾ പഠിക്കുന്ന ദിക്റുകളൊക്കെ പതിവാക്കുക. അതിലൊക്കെ വലിയ പോരിശകളും പുണ്യവും നമ്മൾക്ക് ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക.
ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ 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 ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരും കമന്റിൽ ആമീൻ പറയണം കേട്ടോ. അള്ളാഹു സ്വീകരിക്കട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, സമാധാനം നൽകട്ടെ, ഐക്യം നൽകട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ. ഭക്ഷണത്തിൽ അള്ളാഹു വിശാല നൽകട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ ഇസ്മുകൾ വെച്ചുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ചെല്ലുക. എനിക്ക് ഉത്തരം ലഭിക്കണം, എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറണം, എനിക്ക് അല്ലാഹുവിലേക്ക് എത്തണം എന്നുള്ള നിലക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നീ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി വലിയ വലിയ ആരിഫീങ്ങളും മഹാന്മാരും ഒക്കെ ചൊല്ലിപ്പോന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ ചെല്ലുന്നത്. ആത്മാർത്ഥതയോടെ ചെല്ലണേ മുഅ്മിനേ. അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ്
അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ് അല്ലാഹു മൗജൂദുൻ ഫിൽ വുജൂദ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കള് ഞങ്ങളെ കുടുംബങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് ഞങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളാണ് നമ്മൾ ചൊല്ലുന്നത് കേട്ടോ. ആത്മാർത്ഥത്തോടെ ചൊല്ലിക്കോളും, നല്ല ഫലം ഉണ്ടാവും. നമ്മൾ ദിക്റുകളും സ്വലാത്തുകളാണ് ചൊല്ലുന്നത്. ഇവിടെ വേണ്ടാത്ത വർത്താനങ്ങളില്ല, ഫുളൂലിയത്തില്ല, ഒന്നുമില്ല. ദിക്റ് സ്വലാത്ത് മാത്രം, ദുആ. അതുകൊണ്ട് ആത്മാർത്ഥമായി ചൊല്ലിക്കോളിയും. എല്ലാവരും നമ്മളെ മജ്ലിസ് മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളിയും. അതിന് നമ്മൾക്ക് വലിയ പുണ്യാണ്. നമ്മളൊരു ദിക്റ് ചൊല്ലുമ്പോൾ നമ്മൾ കാരണം മറ്റുള്ളവർ ഈ മജ്ലിസിൽ കയറി ഒരു ദിക്റ് ചൊല്ലിയാൽ അവർ ചൊല്ലിയത് പോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ ആരും മടിക്കണ്ട. കമൻറ്റിൽ ആമീൻ പറയാൻ മടിക്കണ്ട. എന്താ അതിൻ്റെ ആവശ്യം? പോലീസ് പിടിക്കൊന്നുമില്ലല്ലോ. കമൻറ്റിൽ ആമീൻ പറഞ്ഞാൽ പോലീസ് പിടിച്ചോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ പോലീസ് പിടിച്ചോ? അങ്ങനൊന്നുമില്ല. യാ മാലിക്കൽ മുൽക്കി യാ അല്ലാ, 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 യാ മാലിക്കൽ മുൽക്കി യാ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ. ഞങ്ങളെ ഖൽബ് പ്രകാശിപ്പിക്കണേ റഹ്മാനെ. എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ. നിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ചെല്ലുന്നത്. എല്ലാവരും ആത്മാർത്ഥത്തോടെ ചെല്ലുക. ചെല്ലാൻ കഴിയാത്ത ആളുകൾ ആമീൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. യാ ഹന്നാനു യാ മന്നാനു ഇർഹമിൽ മുസ്ലിമീൻ, 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 യാ
ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ യാ ഹന്നാനു യാ മന്നാനു ഇർഹാമിൽ മുസ്ലിമീൻ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ഈമാൻ നൽകണേ അല്ലാഹ്. ഇൻഷാ അള്ളാ ഇനി നരകത്തിനെ തൊട്ട് നമ്മൾക്ക് കാവൽ ചോദിക്കാം. നമ്മൾ ഭയക്കേണ്ട ഒരു ലോകമാണ് നരകമെന്ന് പറയുന്നത്. ആ നരകത്തിനെ തൊട്ട് നമ്മൾ നിരന്തരമായി കാവൽ ചോദിക്കണം. അള്ളാഹിൻ്റെ റസൂൽ വരെ നരകത്തിനെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനി من النار اللهم أجرني 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 من النار. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പടച്ചവനെ നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നരകത്തിലെ ഇന്ധനമായി ഞങ്ങളെ ഉപയോഗിക്കല്ല അല്ലാഹ്. ഞങ്ങൾ ചെയ്ത അമലുകളെ ബർക്കത്ത് കൊണ്ട് സ്വർഗം നൽകണേ അല്ലാഹ്. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഈമാൻ നൽകണേ ഇൻഷാ അല്ലാ. ഇനി നമുക്ക് മങ്കൂസ് മൗലൂദിലെ അൻതതത്തുലോ ചൊല്ലാം. വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ്, ജീവിതത്തിൽ ഒന്നും പതിവാക്കണം. സ്വലാത്ത് ചൊല്ലിയതിന്റെ കൂലി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹാണല്ലോ ഇതിലൊക്കെ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅസ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي جل لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസിരിൻ വഅദത് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക ലിൽ അത്വാസ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറക്കത്തിനാൽ എമൈക്കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിന്റെ പ്രയാസ നിമിഷങ്ങളിൽ അറിയാതെ ജീവിത സാഹചര്യങ്ങളിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മമാരുണ്ട്, വീടിന് ജപ്തി നോട്ടീസ് എത്തിയ ഉമ്മമാരുണ്ട്. റബ്ബേ, പലിശ എന്ന് പറയുന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കല്ല. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. മക്കളുടെ ദുസ്വഭാവം കാരണം ദിവസങ്ങളോളമായി ഉമ്മമാര് ഉറങ്ങിയിട്ട് കരച്ചില് മാത്രമാണ്, സങ്കടപ്പെടല് മാത്രമാണ്. ആ മക്കൾക്ക് നല്ല സ്വഭാവം കൊടുക്കല്ല. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് 99 രോഗങ്ങൾക്ക് മരുന്നാണ് ലാ ഹൗല. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിന്റെ മരുന്നാണ് ലാ ഹൗല. അല്പം നമ്മൾക്ക് ചെല്ലാം.
لا حول ولا قوة إلا بالله العلي العظيم 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 അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ലാ ഹൗലയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകട്ടെ, ദാരിദ്ര്യത്തിനെ തൊട്ടുള്ള കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ നമുക്ക് പറയാം. ഹംദ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലാഹു ഒരുപാട് നന്ദി, അല്ലാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുമെന്നുള്ളതാണ്. നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറും. അതുകൊണ്ട് കുറച്ച് അൽഹംദുലില്ലാഹ് പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്പം തഹ്ലീൽ ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്പം സലാത്ത് എല്ലാം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു സ്വീകരിക്കട്ടെ, പാപങ്ങൾ പൊറുക്കട്ടെ. അല്ലാഹുവേ, ധാരാളം ആളുകൾ ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഖബൂൽ ചെയ്യണം റഹ്മാനേ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീനാ മുഹമ്മദ്. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണം അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയത് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ പ്രാർത്ഥനകൾ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയതിൻ്റെ മിസ്ല സവാബിനെ മുത്തുനബിയുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്, മഹാന്മാരെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അത് കാരണം ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്, ഞങ്ങളെ പരാജയത്തിന് തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ മേഖലകളിലും സന്തോഷം നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്, രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അനേകായിരം ആളുകൾ രോഗികളാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശിഫ നൽകണേ
അല്ലാ. ഹോസ്പിറ്റലുള്ളവർക്ക് ശിഫ കൊടുക്കണേ അല്ലാ. കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. തളർച്ചയെ തൊട്ട് കാക്കണേ അല്ലാ. വേദനകളെ തൊട്ട് കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാ. പടച്ചവനെ, പല പല അസുഖമാണ്. ക്യാൻസർ ഉള്ളവരുണ്ട്, അതുപോലെ എയ്ഡ്സ് ഉള്ള ആളുകളുണ്ട്, ഷുഗർ ഉള്ളവർ, പ്രഷർ ഉള്ളവർ, കാൽമുട്ട് വേദന, തലവേദന, ഊരവേദന, കണ്ണുവേദന, ചെവി വേദന, അതുപോലെ വൃക്ക സംബന്ധമായ അസുഖം, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ, പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകൾ, എന്ത് രോഗമുണ്ടെങ്കിലും രാജാവായ അല്ലാ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഒരുപാട് ആളുകൾ കടങ്ങൾ കാരണം പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ആത്മഹത്യയുടെ വക്കില് പോലും എത്തിയിട്ടുണ്ടല്ലോ. എത്ര കൊടുത്താലും കൊടുത്താലും തീരാത്ത ഖജനാവിന്റെ ഉടമയാണല്ലോ നീ. നിന്റെ ദർബാറിലേക്ക് ദാറുൽ മുബീൻ കുടുംബാംഗങ്ങൾ കൈ ഉയർത്തിയ നീ ഒരിക്കലും ഖായിബായി ഖസറാക്കി മടക്കല്ല അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറക്കണേ റഹ്മാനെ. സമ്പത്തിന്റെ കവാടം തുറക്കണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങൾക്ക് മരിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങളെ കടങ്ങൾ കാരണം ഞങ്ങളെ കുടുംബക്കാര് മക്കള് പ്രയാസപ്പെടേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. കോടിക്കണക്കിൽ കടമുണ്ട് ഉസ്താദേ എന്ന് സങ്കടത്തോടെ പറഞ്ഞ ആളുകൾ, ലക്ഷക്കണക്കിൽ കടമുണ്ട് ഉസ്താദേ എന്ന് സങ്കടത്തോടെ പറഞ്ഞ എത്ര ആളുകളാണ്. അവർക്ക് നീ സാമ്പത്തികമായ അഭിവൃദ്ധി കൊടുക്കല്ല പഠിച്ചവനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, മക്കളാണ്. അവർക്ക് നല്ല ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല. എല്ലാ തടസ്സങ്ങളും നീക്കണേ റഹ്മാനെ. വിവാഹപ്രായം എത്തിയിട്ട് കല്യാണം ശരിയാവാതെ വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്. അവർക്ക് നല്ല വിവാഹ ജീവിതം കൊടുക്കണേ അല്ല. നല്ല ഇണകളെ കൊടുക്കണേ അല്ല. തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ റബ്ബേ. വീടില്ലാതെ ഇപ്പോഴും വാടക വീട്ടിലും ചാളപ്പരയിലും ഓലപ്പരയിലും ഒക്കെ കഴിയുന്ന എത്ര ആളുകളാണ്. ഒരു സഹോദരൻ സങ്കടത്തോടെ വിളിച്ചു പറയുകയാണ്, ഉസ്താദെ 19 കൊല്ലമായി ഞാൻ കുവൈത്തിൽ ജോലി ചെയ്യുന്നു. എൻ്റെ നാട് വിട്ട്, എൻ്റെ കുടുംബം വിട്ട്, എൻ്റെ ഉപ്പാനെ വിട്ട്, എൻ്റെ നാട്ടുകാരെ കൂട്ടുകാരെ ഇട്ടുകൊണ്ട് 19 കൊല്ലമായി ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്നു ഉസ്താദെ. ഇപ്പോഴും എനിക്ക് ശരിക്കൊരു വീടില്ല. എൻ്റെ ഭാര്യയും മക്കളും ഇപ്പോഴും അവളുടെ വീട്ടിലാണ്. വീടില്ലാത്തതിൻ്റെ പേരിൽ അല്ലാ വീട് കൊടുക്ക് റഹ്മാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ അനുയോജ്യമായ വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല പടച്ചവനെ. അങ്ങനെ എത്ര ആളുകളാണ് വീട് പണി തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത്. നീ കാക്കണേ റഹ്മാനെ. പൂർത്തീകരിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കല്ല. മക്കളെ ദുസ്വഭാവം കാരണം പ്രയാസപ്പെടുന്ന എത്ര ഉമ്മമാരുണ്ട്. ആ മക്കൾക്ക് നല്ല സ്വഭാവം കൊടുക്കല്ല. ലഹരിക്കടിമയായ മക്കളുണ്ട്, നന്നാക്കണേ റഹ്മാനെ. നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. എത്ര ഉമ്മമാരാണ് മക്കളെ ഗർഭം ചുമന്ന സമയത്ത് എൻ്റെ മകനെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, പണ്ഡിതനാക്കണം, എൻ്റെ മകനെ വലിയവരാളാക്കണം, എൻ്റെ മകനെ കണ്ടെനിക്ക് സന്തോഷിക്കണം എന്നൊക്കെ കരുതി ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മാതാപിതാക്കളെ നിരാശരാക്കല്ല അല്ലാ. ആ മക്കള് കഞ്ചാവിനടിമയാകുമ്പോ, മയക്കുമരുന്നിന് അടിമയാകുമ്പോ, തോതിവാസങ്ങൾ ചെയ്യുമ്പോ എത്രയാണ് ആ ഉമ്മ ഉപ്പ നീറിക്കരയുന്നത് അല്ലാ. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ദിക്റുകളുടെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് മക്കളുടെ ദുസ്വഭാവം നന്നാക്കല്ല, സൽസ്വഭാവം കൊടുക്കല്ല, സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. സമാധാനം നൽകുന്ന മക്കളാക്കണേ റഹ്മാനെ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. കള്ളു കുടിക്കുന്ന ഭർത്താക്കന്മാര്, അടിക്കുന്ന ഭർത്താക്കന്മാര് എന്ത് വിഷമമായിരിക്കും ആ സഹോദരിക്ക്. അല്ലാ ആ ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കല്ല. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന എത്ര ഭാര്യമാരാണ്. ഭാര്യയും മക്കളും എന്ന് കരുതി ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാര് നല്ല മനസ്സ് കൊടുക്കല്ല, നല്ല ജീവിതം കൊടുക്കല്ല. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ല. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട്, കുഫറിനെ തൊട്ട് കാക്കല്ല. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും റജിയാല തൗഫീഖ് നൽകല്ലാ. പടച്ചവനെ, മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക് മനസ്സ് നൽകണേ അല്ലാ.
പടച്ചവനെ ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നോക്കിയ മാതാപിതാക്കളാണ്. ഞങ്ങളെ ഭാര്യ മക്കളുണ്ട്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ജ്യേഷ്ഠന്മാരവരെ ഭാര്യ മക്കൾ, കുടുംബക്കാര്, ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം തന്നവര്, വല്യപ്പ വല്യമ്മമാര്, ഞങ്ങളെ കൂട്ടുകാര്, മുഅ്മിനീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകല്ലാ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കല്ലാ, സ്വർഗമാക്കല്ലാ, റാഹത്തിലാക്കല്ലാ. പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോളണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളെ ജീവിതത്തിൽ ബർക്കത്ത് നൽകല്ലാ, ഐശ്വര്യം നൽകല്ലാ, സമാധാനം നൽകല്ലാ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകല്ലാ. അപകടങ്ങളെ തൊട്ട്, ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട്, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ, മക്കളെ, ബന്ധപ്പെട്ടവരെയും മജ്ലിസ് കാണുന്നവരെ കാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകല്ലാ. നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം നൽകല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരെ ഈമാൻ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണമല്ല. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈക്കൽ മസീർ. അല്ലാഹുമ്മ റഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.